ചെറുപ്പകാലത്ത് അവർ ടീനേജർ ആയിരുന്ന സമയത്ത് അവർക്ക് ഇത് ഭയങ്കര ആഗ്രഹമായിരുന്നു. അവരുടെ മൂക്ക് ശരിയാക്കണം എന്ന് പറഞ്ഞ ആഗ്രഹമായിരുന്നു. ഉം. ഓക്കെ. കുറച്ച് വിടർന്ന മൂക്കാണ്. ഉം. മൂക്കൊന്ന് കുറച്ചൊന്ന് ഭംഗിയാക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അച്ഛൻ പറഞ്ഞു പറ്റൂല. ഉം. അവർക്ക് സ്പെസിഫിക് ഉണ്ട് ജയഭാരതിയുടെ മൂക്ക് മാതിരിയാക്കണം. പക്ഷെ അവർ ഓ. പേരൻസ് പറഞ്ഞു പറ്റൂല. ആ, ആ. നീ കല്യാണം കഴിച്ച നിന്റെ ഭർത്താവിൻ്റെ അടുത്ത് പറഞ്ഞു. കല്യാണം കഴിച്ചു. ഉം. ഭർത്താവിൻ്റെ അടുത്ത് പറഞ്ഞു. ഭർത്താവ് നീ മിണ്ടാണ്ടിരിക്കും, നീ നിന്റെ കാര്യം നോക്കിയിരിക്കും, എന്തെന്നാ ഇതെന്നൊക്കെ, ഇങ്ങനെ തന്നെ നീ ഭയങ്കര ഭംഗി എന്നൊക്കെ പറഞ്ഞ് ഇത് റിഫ്യൂസ് ചെയ്തു. ഭർത്താവ് മരിച്ചു കുറേ നാൾ കഴിഞ്ഞിട്ട്. പിന്നെ പിള്ളേരുണ്ടായിരുന്നു. പിള്ളേരുടെ അടുത്ത് പറഞ്ഞു എനിക്കൊന്ന് ചെയ്യാം. അമ്മ ഈ പ്രായത്തിലാണ് ഇതൊക്കെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട്. ബട്ട് ദെൻ അവർ വന്നു. അവർ ഈ കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. അവർ ഇൻസിസ്റ്റ് ചെയ്തു ഡോക്ടർ അത് നോക്കൂ. ബട്ട് ഗുഡ് തിങ് ഇസ് ദാറ്റ് അവർ പറഞ്ഞു എനിക്ക് ഭയങ്കര എനിക്കൊരു ഭയങ്കര ആഗ്രഹമാണ്. എൻ്റെ ഭയങ്കര ഒരു ആഗ്രഹമാണ്. അതുകൊണ്ട് മാത്രമാണ് ഡോക്ടർ എന്തെങ്കിലും ചെറുതായിട്ട് ചെയ്താലും മതി. എനിക്ക് നിൽക്കാനും വലിയ സർജറി അതൊന്നും പറ്റില്ല. ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്തു തരും. അപ്പോൾ നമ്മൾ നോക്കിയ സമയത്ത് ഓക്കെ കൊള്ളാം. ഇങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ട്. നമുക്ക് അപ്പോൾ പ്രോബബ്ലി നമുക്ക് ഫില്ലേഴ്സ് ചെയ്ത് കൊടുക്കാം. ഫില്ലേഴ്സിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അവർക്ക് പിടിച്ചില്ല എന്ന് വെച്ചാൽ നമ്മൾ വേറൊരു മരുന്നുണ്ട് അതിന് വേണ്ടി, ആൻറ്റിഡോട്ട് ഉണ്ട്. അത് ഇട്ടെന്ന് വെച്ചാൽ ഇമീഡിയറ്റ്ലി വിൽ ഗോ ഓഫ്. അപ്പോൾ കൊലപാതക ശ്രമം ഉണ്ടാവില്ല. അപ്പോൾ ഞാനപ്പോൾ അത് ചെയ്തു കൊടുത്തു. പക്ഷെ അവരുടെ ലൈഫേ കംപ്ലീറ്റ്ലി മാറി. അതെന്ന് വെച്ചാൽ അതിനുശേഷം അവർ ഭയങ്കര എക്സ്ട്രോവേർട്ടായി. അവർ പദ്യങ്ങൾ എഴുതുന്നു, കവിതകൾ അതിൻ്റെ വേണ്ടി അവരെ പല സ്ഥലങ്ങളും വിളിക്കുന്നു, മൂവീസിൽ ആക്ട് ചെയ്യുന്നു, ഡ്രാമ ചെയ്യുന്നു. സോ ദാറ്റ് ഈസ് ഓൾസോ പോസിബിൾ.